ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. ആക്ച്വലി ഇത് പ്യൂറായിട്ടുള്ള വെജ് ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും വീഡിയോനുള്ളിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്പൂൺ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2.5 സ്പൂണ് ഓട്സ് എടുത്തിരുന്നു, റോൾഡ് ഓട്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പരിപ്പ് വന്നിട്ട് ചെറുപയർ പരിപ്പില്ലേ, അത് ഇതിൽ 1 സ്പൂൺ എടുത്തു. എന്നിട്ട് 25 grams ഓഫ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പൊടിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ, അപ്പോൾ അതും വേണമെങ്കിൽ വാങ്ങിക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകമാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതും കൂടി എടുത്തിരുന്നു. പിന്നെ വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഒരു ഹാഫ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ജാർ എടുത്തിട്ട് നമ്മുടെ ഈ റോൾഡ് ഓട്സും അതേപോലെ തന്നെ ആ ഒരു പരിപ്പില്ലേ ചെറുപയർ പരിപ്പും സോയ ചങ്ക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിയാവണമെന്നൊന്നുമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നന്നായി പൊടിയായിട്ടില്ല, കുറച്ച് തരിയൊക്കെ ഉണ്ട്. ഇതേപോലെ ആയിരിക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു അടിച്ചെടുത്തൊരു മിക്സ് ചേർക്കുക. ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടുക. എന്നിട്ട് ജീരകവും മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇടുക. ഉപ്പ് അവസാനം തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി കട്ടിയില്ല, നമ്മൾ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു ബാറ്ററുടെ ആ ഒരു ഇത് വരുന്ന പോലെ നന്നായിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത് മിക്സാക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും കുറച്ച് കട്ടിയാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരത്തേക്ക് ഒരു 10-15 മിനിറ്റോളം ഒന്ന് അടച്ച് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. സെറ്റായി മാത്രം നമുക്ക് കറക്റ്റായിട്ട് ദോശ വയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ ഞാൻ ആക്കിയിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോമിൽ വന്നോളും. ഈ ഒരു ബാറ്ററിൽ എന്തായാലും 3 ദോശയ്ക്കുള്ള മിക്സ് എന്തായാലും ഇതിലുണ്ടാവും. എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കിയത്. കുറച്ച് കട്ടിയായിട്ടുണ്ട്, ഓവറായിട്ട് കട്ടിയില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോമാണ്. ഞാൻ നോർമൽ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണയായിരുന്നു കേട്ടോ, അത് കൂടുതലില്ല, ജസ്റ്റ് തൊട്ടില്ല എന്നുള്ളൊരു പരുവത്തിലായിരുന്നു കേട്ടോ. ബ്രഷിൽ എണ്ണ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പിന്നെയാണ് ആ ബാറ്റർ ഒഴിച്ചത്. ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇത് പാനിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മൂടി വെക്കണം. ആദ്യം ബാറ്റർ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ തുറന്ന് വെച്ചിട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശ റെഡി ആയിട്ടോ. എനിക്കിതിൽ നിന്ന് 3 ദോശയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു ബാറ്ററിൽ നിന്ന്. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കി ആ ഒരു ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല മുരുമുരുന്നുണ്ടാകും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കാലറി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.